ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ദിവസം ഓരോ നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാൻ സാധിക്കും. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ വൈറ്റമിൻ സി, വൈറ്റമിൻ B6 തുടങ്ങിയ നമുക്കറിയാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാവുന്ന എല്ലാ ധാതുക്കളും റൈബോഫ്ലേവിനും ഫോളേറ്റും നിയാസിനും തുടങ്ങിയ പല ഘടകങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ നമുക്ക് വയറിൽ സംബന്ധമായിട്ട്, അതായത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എണ്ണമറ്റ ഗുണങ്ങളുണ്ടെങ്കിലും നേന്ത്രപ്പഴത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്തെന്നാൽ ഇത് അമിതവണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കും. നമുക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം ഏത് നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ടും അല്ലാതെ ലഞ്ചിൻ്റെ സമയത്തായാലും രാത്രിയായാലും നമുക്ക് ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ശരാശരി 90 കലോറി മാത്രമേ ഒരു പഴത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ഫൈബറുകളും അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലുമാണ് ഈ നേന്ത്രപ്പഴം. ഇത്രയും മതിയല്ലോ നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ പ്രധാന മെനുവായി തന്നെ നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് വിശപ്പിനെ പിടിച്ചു കെട്ടാനും സാധിക്കും നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല മറ്റ് പല ആരോഗ്യകാര്യങ്ങൾക്കും നേന്ത്രപ്പഴം ഉപകരിക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മലബന്ധത്തെ പ്രതിരോധിക്കുക. നന്നായി പഴുത്ത പഴമല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ പാകം ചെയ്ത് കഴിക്കുന്നതാണ് മലബന്ധം ഉള്ളവർക്ക് നല്ലത്. അതുപോലെ തന്നെ അൾസർ ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നതാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത്. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന ഒന്നാണ് നേന്ത്രപ്പഴം. പൈൽസ് ഉള്ളവർക്ക് മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായകമാണ്. വിളർച്ച തടയാൻ സഹായിക്കും. കുട്ടികളിലുള്ള വിളർച്ച ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏത്തപ്പഴം കൊടുക്കുന്നത് നല്ലതാണ്. ആ വിളർച്ച മാറിക്കിട്ടും. ആർത്തവ കാലത്തെ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ നേന്ത്രപ്പഴം കഴിക്കുന്നതിലൂടെ സാധിക്കും. എല്ലിന് ബലം നൽകാനും നല്ല രീതിയിൽ മസിൽ പെയിൻ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അകറ്റാനും സാധിക്കും. പിന്നെയുള്ളത് സന്ധിവാതത്തെ ചെറുക്കാനും സഹായിക്കും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളും നേന്ത്രപ്പഴത്തിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.